Hi friends, welcome to our channel. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ബ്രോസ്റ്റഡ് ചിക്കനും ഫ്രൈസും ആണ്. അപ്പോൾ അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി കോഴിമുട്ട 2 എണ്ണം, മൈദ, അരിപ്പൊടി, കോൺഫ്ലോർ, ഓട്സ്, ചില്ലി പൗഡർ, പെപ്പർ പൗഡർ, വിനെഗറും ആവശ്യത്തിന് ഉപ്പും. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യണം. അതിനുവേണ്ടി 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ വിനെഗറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ മിക്സിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി മസാല പിടിക്കാനായിട്ട് ചിക്കൻ ഒരു അരമണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം. ആ സമയത്ത് നമുക്ക് ചിക്കൻ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിക്സ് ഉണ്ടാക്കാം. അതിനായിട്ടൊരു ബൗൾ എടുക്കാം. ബൗളിലേക്ക് മൈദ, അരിപ്പൊടി, കോൺഫ്ലോർ, ഓട്സ് പൊടിച്ചത് 1 കപ്പും പൊടിക്കാത്തത് 1/2 കപ്പും വേണം. അതും ചില്ലി പൗഡറും പെപ്പർ പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കാം. അതിലേക്കും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മിക്സ് റെഡിയായി. ഇനി നമുക്ക് ചിക്കൻ കോട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു പീസ് ചിക്കൻ എടുക്കുക. അത് നമ്മൾ എടുത്തു വെച്ച കോഴിമുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്യുക. അത് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സിൽ അതൊന്നിട്ടിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് പാൻ എടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചിക്കൻ്റെ ഓരോ പീസായിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ചിക്കൻ പീസസൊക്കെ പുറത്തേക്ക് എടുക്കാം. നമ്മുടെ ചിക്കൻ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈസ് ഉണ്ടാക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് 2 വലിയ ഉരുളക്കിഴങ്ങ്, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. അതിനുശേഷം അതൊരു അരമണിക്കൂർ തണുത്ത വെള്ളത്തിൽ ഇട്ട് വെക്കാം. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കണം. അതിന് വേണ്ടി ഒരു പാൻ എടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇടാം. ഒരു 2-3 മിനിറ്റ് അത് മൂടി വെച്ചിട്ട് നമുക്ക് വേവിക്കാം. വേവിച്ച ഉരുളക്കിഴങ്ങ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതൊന്ന് തണുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ അതിൻ്റെ മേലെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കോൺഫ്ലോറായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉരുളക്കിഴങ്ങ് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിക്കാം. 1 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഒരു പാനിൽ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക. അതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ക്രിസ്പി ആവുന്നത് വരെ ഫ്രൈ ചെയ്യാം. ഫ്രൈസ് നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പുറത്തേക്ക് എടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രൈസാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഡിഷ് രണ്ടും റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും എല്ലാവർക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.